എല്ലാവർക്കും ശ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളകിട്ട ചിക്കനാണ്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ മുളകിട്ട ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ 1/2 കിലോ ചിക്കനിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1.5 സ്പൂൺ ഉപ്പും പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കൂടുതലായിട്ടുള്ള മസാലകളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുളക് പൊടി തന്നെയാണ്. പക്ഷേ അത് നമ്മൾ എരിവുള്ള മുളക് പൊടിയല്ല എടുക്കുന്നത്, കാശ്മീരി മുളക് പൊടിയാണ്. കുറച്ച് പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്, നമ്മളത് ലാസ്റ്റ് ആകുമ്പോഴേക്കാണ്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില എന്നിവ ചതച്ചും കൂടിയിട്ട് നമുക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് പിടിപ്പിക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. അതിൽ ഉപ്പ്, അതേപോലെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 2 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചതച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ മസാലകളൊന്നും തന്നെ ഇടുന്നില്ല. മല്ലിപ്പൊടിയോ അതേപോലെ തന്നെ കുരുമുളക് പൊടിയോ അതേപോലെ തന്നെ മറ്റ് മസാലകളൊന്നും തന്നെ നമ്മൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് വളരെ കുറച്ച് ഉലുവ ഇടുകയാണ്. ഇനി അല്പം ജീരകം ഇടുകയാണ്. കാരണം ഒരു സ്പൂണ് നിറയൊന്നുമില്ല കേട്ടോ, ചെറിയ സ്പൂണാണ്. ഉലുവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ ഉലുവ ഇട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമുണ്ടാവും, നമ്മൾ മീൻ കറിയിൽ ഉലുവ ഇടുന്ന പോലെ. ഇത് രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉലുവയും ജീരകവും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. നോക്കൂ, ഞാനൊരു 4 സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള നമുക്ക് ഈ വെളിച്ചെണ്ണയും കൂടിയിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ജീരകവും അതേപോലെ തന്നെ ഉലുവയും സവാളയാണ് ഇപ്പോൾ ഞാൻ ഇതിലിട്ടിരിക്കുന്നത്. ഈ സവാള നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 5 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചാണ് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, അപ്പോൾ ഒക്കെ നോക്കിയതിന് ശേഷം ഇട്ടാൽ മതി. അതേപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഉപ്പ്. ഇതിൽ മസാലപ്പൊടികളൊന്നുമില്ല, അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഇത്രയാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിൽ വേറെ ഒന്നും മസാലകളൊന്നും ചേർക്കുന്നില്ല. ആദ്യം ഞാൻ പറഞ്ഞു, നന്നായിട്ട് ഒന്ന് ബ്രൗൺ ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇനി ഇതിൽ ചിക്കൻ ഇട്ടതിന് ശേഷം ഉള്ളിയൊക്കെ അതിൻ്റെ കൂടെ ഇരുന്ന് വെന്ത് വന്നോളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. 1/2 കിലോ ചിക്കനാണ്. ഇതൊന്ന് നന്നായിട്ട് ഈ മസാലകളൊക്കെ കൂടിയായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ എല്ലാം മിക്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മസാലകളെ ഇതിലുള്ളൂ. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുളകിട്ട ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും അതേപോലെ കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.